10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നമസ്കാരമുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ടൂറ് പരിപാടി എന്ന് പറയുന്ന സംഭവം ഈ വർഷം നടത്തുവാണ്. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇടുക്കി ജില്ലയിൽ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഉണ്ടായി. ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന റൂട്ടുകളിൽ തടസ്സമാണെന്ന് പറയുന്നു. നമ്മൾ ഏത് റൂട്ടിൽ പോകണമെന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല പല ടെസ്റ്റുകൾ നടക്കുകയാണ്. നമ്മൾ ഇത് അത്ര കാര്യഗൗരവത്തിൽ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മഴ, വെയിൽ, വെള്ളപ്പൊക്കം, പേമാരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ഒഴിച്ചു പോയെന്ന് വരും. നാളുകളിൽ നമ്മൾ ഉണ്ടാകുകയോ ഇല്ലയോ എന്നുള്ളത് അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ. നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ള ലൈഫ് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് യാത്രകൾ ചെയ്യാം, നമ്മുടെ കുട്ടികൾക്കൊത്ത് യാത്ര ചെയ്യാം, നമ്മളെ അവരെ ലോകങ്ങൾ കാണിക്കാം. നമുക്ക് കയ്യൊത്തി പിടിക്കാവുന്നതിനപ്പുറത്തേക്ക് ദൂരത്തേക്ക് സ്വപ്നം കാണുക എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ചൊരു മനുഷ്യനുണ്ട്. നമ്മുടെ മിസൈൽ മാൻ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ അബ്ദുൽ കലാം. നമ്മൾ ഈ പ്രാവശ്യത്തെ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കാണ്. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ നാടായ രാമേശ്വരത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മധുര വഴിയാണ് ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോകുന്നത്. ഈ യാത്രകളിൽ ഈ ഇന്നത്തെ പ്രതിസന്ധി മൂലം എന്ന് വെച്ചാൽ മഴയുടെയും ഈ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പ്രതിസന്ധിയിൽ അത് തരണം ചെയ്ത് ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിരവധി ട്വിസ്റ്റുകൾ ഉണ്ടാകും. നമുക്ക് ആ ട്വിസ്റ്റുകളൊക്കെ നമ്മുടെ യാത്രകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും നമ്മുടെ ഒപ്പം പോരും. പോകാം, ബാ. ഏതാണ്ട് 7 മണിയാകുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങാനായിട്ട് പോവുകയാണ്. ലൈറ്റൊക്കെ നിർത്തി ഇറങ്ങുവാണ്. ഓക്കെ, ഉണ്ടോ? സെറ്റാണോ? നോക്കുന്നില്ല. ഇപ്പോൾ സമയം 7 മണി. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് യാത്ര. കഴിഞ്ഞ വർഷവും നമ്മൾ കറക്റ്റ് 7 മണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭമായിരിക്കുകയാണ്. നമ്മൾ ധനുഷ്കോടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഏതാണ്ട് 7 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങി. പതിവ് പോലെ നമ്മുടെ സാരഥി ഷിൻഡോ. ഫ്രണ്ടില് പായ്ക്കുട്ടന്, പോപ്പി, ചേട്ടായി, ചേച്ചി, കിച്ചുമോന്, ആര്യ, അന്തർജനം, മനു, യദുക്കുട്ടൻ, രാജേഷ്, ദേവു, സൗമ്യ, തുമ്പിക്കുട്ടി, അമ്മാളുകുട്ടി, ലച്ചുമോള്, പങ്ക്. ഇന്ന് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? അടിച്ചു പൊളിക്കോ?
അടിച്ചുപൊളി തുടങ്ങിയോ? വണ്ടിയോ? എങ്ങോട്ടാ പോകുന്നത്? പ്ലാൻ എങ്ങനെ? പരിപാടി തമിഴ് മയമാണോ? നിങ്ങൾ എന്നൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? ഫോട്ടോ എടുക്കണം, നല്ല സ്ഥലങ്ങൾ കാണണം, ഫുഡ് കഴിക്കണം, മന്തി മേടിക്കണം. തുമ്പിക്കുട്ടിയുടെ പ്ലാൻ എന്നാ? ബീച്ചിൽ പോകണം. ബീച്ചിൽ പോകാവേ. നമ്മുടെ യാത്രകളുടെ ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം. അപ്പോൾ നമ്മുടെ കാടക്കലങ്കൽ ഫാമിലിയുടെ പതിവ് പോലെയുള്ള എല്ലാ വർഷമുള്ള നമ്മുടെ യാത്ര ഇത്തവണ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോയിട്ട് കമ്പം തേനി വഴി മധുരയിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ എത്തും. പുലർച്ചെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം പകലൊന്ന് മധുരയിലൊന്ന് കറങ്ങി നേരെ രാമേശ്വരം ചെന്ന് തിങ്കളാഴ്ച നമ്മൾ ധനുഷ്കോടി പോകും. ധനുഷ്കോടി കണ്ട് തിങ്കളാഴ്ച രാത്രി തിരിച്ചു വരാനാണ് നമ്മുടെ ഇതുവരെയുള്ള പ്ലാന്. കട്ടപ്പനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കട്ടപ്പന വഴി കിടന്ന് അങ്ങനെ പോകുന്ന ഭാഗമാണ് കണ്ടുപിടി. കുളിമന്തി ഡീസലിന്റെ കൗണ്ടറിലാണ് നിൽക്കുന്നത്. ഡീസലിന്റെ കൗണ്ടറിൽ 95 രൂപ 97 പൈസയാണ് കേരളത്തിലെ റേറ്റ്. കട്ടപ്പനയല്ലേ? കട്ടപ്പന സമയം ഏതാണ്ട് 8 മണിയായപ്പോൾ നമ്മൾ കട്ടപ്പനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുടിയമ്മലയിൽ നിന്ന് നമ്മള് അവിടുന്ന് പിന്നെ നമ്മള് ഇടത്തോട്ട് ഇല്ല, വീണ്ടും വലത്തോട്ടാണ്. എന്റെ കണക്കൂട്ടൽ ധരിച്ചുകൊണ്ട് വീണ്ടും വലത്തോട്ട്. കമ്പംമട്ടം ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കമ്പംമട്ടം ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അന്നേരം നമ്മൾ വണ്ടിയിലുള്ളവരുടെ എല്ലാം ഡീറ്റെയിലുകൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. എന്നിട്ട് വേണം ഇപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട്. ഇപ്പം നമ്മളുള്ളത് കമ്പംമേട്ടിലാണ് ഉള്ളത്. കമ്പംമേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഈ സൈഡിൽ കാണുന്നത് കമ്പംമേട്ട് കേരളവും, ഈ സൈഡിൽ കാണുന്നത് തമിഴ്നാടുമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത്. കറക്റ്റ് അതിർത്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് നേരെ കമ്പം ഇറങ്ങുന്നു, അവിടെ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവിടുന്ന് നേരെ തേനി, അവിടുന്ന് നമ്മൾ മധുര. ഒരു 1 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മധുര എത്തും. ഓക്കെ, അപ്പോൾ യാത്ര തുടരാം. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്ന്, ഇത് വനമാണ്. വനത്തിലൂടെ നമ്മൾ താഴെ കമ്പത്തിലെത്തുന്നോളം വരെ ലോവർ പെരിയാർ വരെ വനം തന്നെയല്ലേ? ഇത് വനമാണ്. പിന്നെ ലോവർ ക്യാമ്പ്. ഇതേതാ ഈ റൂട്ട്?
ഇത് വഴി കൊഞ്ചം മോശം, കുറച്ച് ദൂരം വഴി കൊഞ്ചം മോശം. ഹെയർപിൻ വളവുകള് ഉദ്ദേശം ഏതാണ്ട് 18 ഹെയർപിൻ വളവുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണയെ. 18-ൽ 17ാമത്തെ ഇത് പിന്നാണ് ഇത്, ആണോ? ഒരെണ്ണം കഴിഞ്ഞു. ഇവിടെ എങ്ങാണ്ടൊക്കെ ഈ മണ്ണ് ഈ സൈഡിലൊക്കെ ഇതിട്ടൊക്കെ ഇടിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ഇവിടെ ഇതുപോലെ വഴി മോശമായിട്ട് കിടക്കുന്നത്. വെള്ളം ഒഴുകുന്നുണ്ടായിരിക്കും. JCB കൊണ്ട് രാവിലത്തേക്ക് മാന്തി അത് റെഡിയാക്കി അങ്ങോട്ട് ഇട്ടതാണ്. ഏതാ ഇങ്ങനെ സൈഡ്? അതുകൊണ്ടോ ഈ സൈഡിൽ കാണുന്ന ഇതുകൊണ്ട് ചക്രം പോലത്തെ ഒരു സാധനമാണ്. ആ സൈഡിൽ തട്ടിയാലും അത് കറങ്ങി അങ്ങോട്ട് കിട്ടും. ഇവിടെ എല്ലാം സൈഡിലെല്ലാം മണ്ണ് കിടക്കും കേട്ടോ. അപ്പം ഇന്നലെ ഇവിടെ എല്ലാം ശരിക്കും ബ്ലോക്കായി. ഇവിടെ ഇതുണ്ടോ? ഇതാണ് കമ്പം. എന്നാ രസമാണെന്ന് നോക്കിയേ. കമ്പം തേനി. നമ്മൾ ആ ഹെയർപിൻ വളവുകളെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടിപൊളി വഴിയാണ്. ഇനിയിപ്പം നമ്മൾ വെച്ചലക്കി അങ്ങ് പോകും. കമ്പം ബൈപ്പാസിലേക്ക് കയറുക കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ വഴിയിൽ നിന്ന് കയറി കമ്പം ബൈപ്പാസ് നേരെ കമ്പം ടൗണ്. ഇപ്പുറത്തോട്ട് തേനിയോ? അത് കുമ്മിളി. വലത്തോട്ട് കുമ്മിളി, ഇടത്തോട്ട് തേനി. നമ്മൾ തേനി റൂട്ടിലേക്ക് തിരിയുകയാണ്. തേനി 40 കിലോമീറ്റർ, ഡിണ്ടിക്കൽ 114, മധുരയ്ക്ക് 115 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. മധുരയ്ക്ക് 115. ഇവിടുന്ന് നമ്മൾ ഒരൊറ്റ കാലുകൊടുപ്പിന് 115 കിലോമീറ്റർ ഓടി തീർക്കുക. ഒറ്റ കാലുകൊടുപ്പ് കൊടുക്കുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടുള്ള കാലുകൊടുപ്പേ ഉള്ളൂ. സിനിമാ തിയേറ്റർ കേട്ടോ. അതാരുടെ ധനുഷാണോ? ധനുഷിൻ്റെ ഒരു പടമാണെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. കമ്പം കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ഫുഡ് എന്നാ? ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും. വെജിറ്റബിളാണ്. എല്ലാവരും വെജിറ്റബിൾ കഴിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം വെജിറ്റബിൾ ആണെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും പണി പാളുവോന്നറിയത്തില്ല, നോക്കാം. ഇറങ്ങി വാ വെളിയിലാ ഫുഡ്. വന്നേ നമ്മളെ എല്ലാവരും വെളി ഇറങ്ങില്ലേ. കൈ കഴുകാനുള്ള വെള്ളം എടുത്താണേ. സമയം 9:30 അല്ലേ? 9:30. എനിക്ക് ഇച്ചിരി ചോറ് വേണേ. എനിക്കിച്ചിരി ചോറ്. എടാ അതിനകത്ത് മീൻകറിയും കണ്ടുണ്ടല്ലോ. ഞാനിങ്ങനെ പച്ചന്റെ വെട്ടമാണെങ്കിൽ തരുന്നത്. അതെങ്കിലും ചിരിച്ചിരിച്ചത് Gangnam Style. തമിഴ്നാട്ടിൽ ഇറങ്ങി പെട്രോൾ അടിക്കുകയാണ്, ഡീസൽ അടിക്കുകയാണ്. ഇവിടുത്തെ വില 93 രൂപ 90 പൈസ. കമ്പത്തു നിന്ന് തേനിയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്നലെ ഈ പോകുന്ന വഴി ഇവിടെ ഈ റൂട്ട് അവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നതാണ്. ഒരു ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. വേറെ ഭയങ്കര ചൂട് കാലാവസ്ഥയൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ പോലെ തണുത്ത കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ. ഒരു മഴയുടെ മൂടലുണ്ടെന്നാണ് തോന്നുന്നത്. സമയം 10:45 ഞങ്ങൾ കമ്പത്തു നിന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ്. ഇത്ര നേരം തെളിഞ്ഞ് ഇന്ന് ആകാശം
തെളിവ് മാറി ഇപ്പം മഴയായി മാറിയിരിക്കുകയാണ്. പിന്നെ വെണ്ടികല്ല് 98 തിരിച്ച് മധുര 100 കിലോമീറ്റർ. അതിശക്തമായ മഴ എന്ന് പറയാനില്ല, ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ ഈ റൂട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയൊരു അവസ്ഥ ഉണ്ടായി എന്നാണ് പമ്പിൽ ഞങ്ങൾ ഡീസൽ അടിക്കാൻ കയറിയപ്പോൾ അവർ പറഞ്ഞത്. അപ്പം ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ എത്താനായിട്ട് ഇനി ഏതാണ്ട് 5-6 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ടോൾ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. മഴ ഒരു ചെറിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. ഇവിടം വരെ വരുന്നിടം വരെ ഏതാണ്ട് നല്ല മഴ തന്നെയായിരുന്നു. അത് മാറിയിട്ടുണ്ട് എന്നാണ്. ഇതാണ് തേനി ടൗണാണ് കേട്ടോ. ഇവിടെ മഴ പെയ്ത് മാറിയതാണ് കേട്ടോ. വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ. നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മഴ പെയ്തു. കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാൽ നമ്മൾ അതേ വഴി അങ്ങോട്ട് ആ റൂട്ട് കൊടൈക്കനാൽ പോയി. ഇപ്പം നേരെ തിരിഞ്ഞ് നമ്മൾ മധുരയ്ക്ക് വിടുകയാണ്. തേനി മെഡിക്കൽ കോളേജാണ്. ഉറക്കം വരുന്നുണ്ട്. ഒരു ചെറിയ കടുങ്കാപ്പി അടിച്ചിട്ടൊക്കെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉന്മേഷം കിട്ടിയില്ല. സമയം ഏതാണ്ട് 11:45 എല്ലാവരും ഒന്നും ഇറങ്ങി വരുന്നില്ല. ഞങ്ങൾ 2-3 പേരിറങ്ങി ഒരു കടുങ്കാപ്പി അടിച്ചിട്ട് പോകാം. ഞങ്ങളൊരു കടുങ്കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇത് 2 പേര് കുടിക്കാവുന്നവർക്ക് നിർത്തിയാണ്. ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഇറങ്ങുന്നു. മധുരയിലെത്തിയിരിക്കുകയാണ്. അപ്പുറം നിൽക്കുന്ന അവിടെ ഒരു ഇത് കണ്ടോ, ഒരു കാക്കി പുള്ളി നല്ല കറമ്പനാട്ടോ. ഒരു പാൽപ്പാണ്ടി അല്ല ഉള്ള ഒരാൾ വഴി വന്ന ഒരു കണക്ഷനാണ് പാൽപ്പാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും നേരം ഈ 1 മണി വരെ നമ്മളെ ഇവിടെ മധുരയിൽ നോക്കി കിടക്കായിരുന്നു. അപ്പൊ പുള്ളി ഇപ്പൊ തന്നെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുള്ളൂ പാലക്കാരൻ, അയാൾ വഴി കറുപ്പസ്വാമി, അയാൾ വഴി വന്ന കണക്ഷൻ. ഇലക്ട്രീഷ്യൻ ഒമ്പേക്കറിലുള്ള ഇതിപ്പോ ആ ഓട്ടോയിൽ പോകുന്നതാണ് പാൽപ്പാണ്ടി. അദ്ദേഹം അദ്ദേഹത്തിന്റെ പുറകെ നമുക്ക് ഇപ്പൊ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ പോവുകയാണ്. പുള്ളിയുടെ ഓട്ടോയുടെ പുറകെ നമ്മളോട് വരാൻ പറഞ്ഞു. നമ്മളിങ്ങനെ ആ ഓട്ടോയ്ക്ക് പുറകെ പിന്നാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പാൽപ്പാണ്ടി എങ്ങോട്ടാ കൊണ്ടുവന്നേ? പിന്നാടിയെ വെച്ചുപിടി. മറ്റേ നോട്ടുകാരൻ ഇവിടെ പുള്ളി എന്നാ ഫ്രണ്ടിൽ പെടും. നമുക്ക് വേറെ വഴിക്ക് പോകും. നമ്മുടെ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്തായിട്ട് റൂം എടുത്ത് തരാമെന്നാണ് ഈ പുള്ളി അവകാശപ്പെടുന്നത്. നമ്മളങ്ങനെ ഈ പുള്ളിയുടെ പുറകെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. കുപ്പത്തട്ടിന്റെ മാണിക്യത്തെ ഇവിടെ നിന്ന് നിർത്താം, നമുക്ക് ചോദിക്കാം. ഇതാണ് പാൽപ്പാണ്ടി ഉള്ളത് കേട്ടോ. റൂം കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ റൂം എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ അണ്ണൻ്റെ ഓട്ടോയിൽ കയറി പോവാം. ചിന്ത വരുന്നുണ്ട്. വാ വണ്ടി അങ്ങോട്ട് അപ്പുറം ഇപ്പുറം തിരുമ്പി തീർക്കാം. പിന്നെ റൂമിനടുത്തേക്ക് പോവുകയാണ്. ഇവിടെ റൂം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് റൂം കാണാനായിട്ട് പോവുകയാണ്. ഇത് തൊട്ടടുത്തുള്ള അടുത്ത മറ്റൊരു ലോഡ്ജാണ്.
இது இந்தியன் டாய்லெட். சூடுதல் இருக்குதாண்ணா? இங்க மதுரை வந்து சூடான பிளேஸ் தான் கேட்டா வாட்டரே சூடா தான் இருக்கும். அப்படி வேணும் 900 ரூம். நீங்க பார்த்து அட்ஜஸ்ட் பண்ணிக்கோங்க, அவ்வளவுதான். ആക്ച്വലി ഇത് வந்து വെറും 7 പേർക്കുള്ള റൂം தான். நீங்க 15 പേര് അഡ്ജസ്റ്റ് பண்ணிக்கோங்க. അങ്ങനെ മൂന്നാമത്തെ ലോഡ്ജിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം പല ലോഡ്ജിലും പല റേറ്റാണ് പറയുന്നത്. നമ്മൾ ഒരിടത്ത് ഫിക്സ് ചെയ്യട്ടെ. ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ പറയാം. ഇതിൻ്റെ അകത്ത് കയറി നോക്കാം നമുക്ക്. ലൈറ്റൊക്കെ ഇട്ട് ഇത് റേറ്റൊക്കെ ചോദിച്ചോണ്ട്. ബാത്റൂം നോക്കി. യൂറോപ്പിനാ? യൂറോപ്യൻ ക്ലോസറ്റാ? ഇത് എത്ര രൂപ? ഇത് യൂറോപ്യൻ ക്ലോസറ്റ്. എൻ്റെ പറഞ്ഞത് ഈ റൂമിൽ പറഞ്ഞ 950. ഇത് 1050 രൂപയുടെ റൂം. നോക്കാം. ഇത് നോക്കാം. ഉദ്ദേശിക്കുന്നത്ര ഒരു വൃത്തിയില്ല ഈ റൂമുകളൊന്നും. ഇപ്പം ഇവിടെ കയറുന്നില്ല. ഇതിന് മുമ്പ് കയറിയത് റൂമിൽ തന്നെ കയറാം. അത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത ലോഡ്ജിൽ വന്ന് റൂം നോക്കാൻ പോവുകയാണ്. ഓരോന്നിനും ഓരോ സെറ്റപ്പാണ്. 1000 രൂപയുടെ റൂം. ആ 2000 രൂപയുടെ റൂം. ഇത് 1000 രൂപയുടെ. ഇത് 1000 രൂപയുടെ. ഇത് യൂറോപ്യൻ ക്ലോസറ്റാണ്. ആ കിടന്നറോ കൊശു കടിക്കും. കൊശു ഇവിടെ എല്ലാം ഇഷ്ടം പോലെ റൂമുകൾ കിട്ടും. നമ്മൾ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നോക്കി എടുക്കണമെന്നുള്ളത്. പല റൂമിൽ പല റേറ്റാണ്. ഇഷ്ടപ്പെടുന്ന റൂമുകൾ എടുക്കുക. റൂമിലേക്ക് പോവുകയാണേ. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. റിസപ്ഷനിൽ നിന്നും റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. എന്നാ സ്റ്റെയർ കയറി അങ്ങ് പോകുന്നേ. ലിഫ്റ്റിന് തന്നെ പോകത്തുള്ളൂ. ഭയങ്കര ക്ഷീണമാണല്ലോ. ഉറക്ക ക്ഷീണമാണല്ലോ. ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ശാലും നേരം കിടന്ന് ഉറങ്ങിയില്ല. നമുക്ക് വെള്ളത്തില്ല. അന്ത റൂം ഇത് നമ്മൾ രണ്ടാമത് കയറി കണ്ട ലോഡ്ജാണ്. അതാകുമ്പം മുകളിലൊരു ഡോർമെറ്ററി കിട്ടുകയും ചെയ്തു. ഓപ്പൺ ടെറസിൽ. അത് ഇങ്ങനെ ഒരു ഡോർമെറ്ററി കിടച്ചാച്ച് അങ്ങ് എല്ലാവരും തൂങ്ങപ്പോകണം. എന്നമ്മ இந்த மாதிரி കാണിക്കരുത്. இந்த ഫോൺ ചാർജ് பண்ண വേണ്ടി. ഞങ്ങൾ ഇപ്പം സമയം ഏതാണ്ട് 2:30. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണമെന്ന് ഓർത്താ. എന്നാ പ്ലഗിന്റെ ആയിരിക്കും. നമ്മളെടുത്ത റൂമിൽ നിന്നും നോക്കിയാൽ കാണുന്ന കാഴ്ചയാണത്. മധുര മീനാക്ഷി ക്ഷേത്രമാണ് കാണുന്നത്. ഇപ്പോൾ സമയം 3:30. അപ്പം 4 മണിക്ക് അമ്പലം തുറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കത് അങ്ങോട്ട് പോകണം. എല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണേ. മുണ്ടൊക്കെ ഇവിടുത്തെ ഇതുണ്ട്. തുമ്പിക്കുട്ടിയൊക്കെ സെറ്റാണേ. സെറ്റ് കണ്ടോ? സെറ്റ്. അമ്പലത്തിൽ പോകാനായിട്ടുള്ള ഒരുക്കമാണ്. അമ്പലത്തിൽ അനുവദിച്ചിരിക്കുന്ന അനുവദനീയമായ
ഡ്രസ്സാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്നത്. എന്റെ ഫോണൊക്കെ എന്തിയാണോ അനുയോജ്യമായ ഡ്രസ്സൊക്കെ ഇട്ട് വേ ടു ദർശനം. ഇവിടെ അങ്ങോട്ട് പോകണം. ഇത് ക്ലോക്ക് റൂമേ. ഇവിടെയാ ക്ലോക്ക് റൂം. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 4:30 തൊട്ട് അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. ഇവിടെ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ഉണ്ണി ദർശനമൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് തിരിച്ച് വന്ന് നിൽക്കുകയാണ്. നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി. ഉറക്കമൊന്നും ആർക്കും അങ്ങ് റെഡിയായില്ല. എല്ലാവർക്കും അങ്ങ് ഉറക്കം വരുവാണ്. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കുകയോ വല്ലതും കഴിക്കുകയോ വല്ലതും ചെയ്യണം. എന്നിട്ടൊരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അതുമൊക്കെ കണ്ട് അതിന് ശേഷം നമ്മൾ നേരെ രാമേശ്വരം വെച്ച് പിടിക്കാൻ പോവുകയാണ്. ഇത് മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ വെസ്റ്റ് ടവറാണ്. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെയാണേ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നോർത്ത് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കയറി അതേ ഹോട്ടലിൽ തന്നെ. ഇഡ്ഡലി, വട, ചമ്മന്തി, സാമ്പാർ, മൂന്നാർ ഒരു നെയ്റോസ്റ്ററാണ്. ഒരു നെയ്റോസ്റ്ററാണ്. ഭക്ഷണം കഴിക്കണം. നീ കഴിക്കാത്തോണ്ടാണ്. ആ ഇവിടെ ചോദിച്ചു ചോറൊക്കെ മധുരയിലെ മാർക്കറ്റിലെ ശബ്ദ കോലാഹലങ്ങളെ ഒന്നും തന്നെ മ്യൂട്ട് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. എന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ആ മാർക്കറ്റിൻ്റെ ഫീല്. ഞാനോട് നിൽക്കാം. ஆளுக்கு 300 ரூபாய் பழசா போயிட்டு പങ്ക മറ്റേ അതെടുത്തോ. ഇതാണ് ഫേമസ് ജിഗർദണ്ഡ. ഈ മധുരയിലെ ഒരു ട്രഡീഷണൽ സംഭവമാണ് ജിഗർദണ്ഡ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫേമസ് ജിഗർദണ്ഡ കഴിക്കാൻ പോവുകയാണ്. സ്പെഷ്യൽ സ്പെഷ്യൽ എടുത്തോ. സ്പെഷ്യൽ ജിഗർദണ്ഡ കഴിക്കാൻ പോവുകയാണ്. 560 രൂപ. സ്പെഷ്യൽ ജിഗർദണ്ഡ 90 രൂപയാണ് പറയുന്നത്.
മധുരയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിഗർദണ്ഡ കഴിക്കാതെ പോകരുതെന്നാണ് പറയുന്നത്. അതെന്താണോ ആദ്യമേ ഒരു സെറ്റപ്പ് സാധനം ഇട്ടു, വേറെ എന്താണ് ഐസ്ക്രീം പോലത്തെ ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. അതിട്ടു. പിന്നെ അതിൻ്റെ അകത്ത് വേറെന്താ പല പല മിക്സിങ് സാധനമാണ് കേട്ടോ. അകത്ത് വേറെന്താ സാധനം ഒഴിച്ചിട്ടുണ്ട്. എങ്ങനുണ്ട്? എങ്ങനുണ്ട് ഐസ്ക്രീം? പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്? സൂപ്പറാണോ? ഷുഗർ നല്ലപോലെ കയറിക്കോളൂ. ഷുഗർ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ജിഗർദണ്ഡയാണ് ഈ സാധനം. അടിപൊളി. ഞാനും ഒന്ന് കഴിച്ചുകൊണ്ട് ജിഗർദണ്ഡ. മധുരയുടെ ഫേവറേറ്റ് സാധനമാണ് ജിഗർദണ്ഡ. എല്ലാവരോടും പറഞ്ഞേ. പറഞ്ഞോ എങ്ങണ്ടാ ദേവു ജിഗർദണ്ഡ അടിച്ച് കിറങ്ങിപ്പോയെന്ന് തോന്നുന്നു. കിറങ്ങിയിരുന്നോ? കഴിച്ചോ? എന്നാണ്ട് എങ്ങനെയുണ്ട്? നല്ലതാണോ? பன்னீர் 65 கோபி 65 எங்கள் ஸ்பெஷல் தயாரிப்பு ஸ்பெஷல் பன்னீர் திரன்கா பட்டர் பன்னீர் மசாலா பன்னீர் பூஜியா அத்தனையும் உண்டு. வாருங்கள், சுவையுங்கள், உண்டு மகிழுங்கள். பஞ்சாபி ரெஸ்டாரண்ட் ஏசி நம்பர் 22 டவுன் ரோட் கடவாதான் பரிவில் மதுரை. செல் 0452 437 6969 மற்றும் 0452 4377979. മധുരയിൽ നിന്ന് ഞങ്ങൾ രാമേശ്വരം പോകാനായിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് വണ്ടി വെളിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. മധുരയിൽ നിന്ന് ധനുഷ്കോടി പോകുന്ന റൂട്ടിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ തിരുമലൈനായിക്കം പാലസ് അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോകുന്നവർത്താണ്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ച് പിടിക്കാൻ പറ്റിയല്ലോ കേട്ടോ. അങ്ങോട്ട് പിടിക്കുന്ന സമയമാണ്. തിരക്ക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. അടുത്ത ലെഫ്റ്റ് ആണ് ഷിൻഡോ. മധുര കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ദീപാവലി ആയതുകൊണ്ട് അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ നിരത്തിലുള്ളത്. മാർക്കറ്റൊക്കെ മുഴുവൻ ജനമാണ്. വണ്ടിയും ഭയങ്കര ബ്ലോക്കും. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ തിരക്കാണ്. അതുപോലെ ടൂ വീലർ അതുപോലെ ആൾക്കാർ ഇറങ്ങി. വഴിയോര കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർക്കറ്റിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കച്ചവടമാണ്. ദീപാവലിയുടെയും കൂടെ തിരക്കാണ് ഇന്ന്. മാർക്കറ്റിൽ കിട്ടാത്ത സാധനമില്ല.
കാശുമായിട്ട് ഇറങ്ങിയ പൈസ തീരുന്ന വഴിയേ അറിയത്തില്ല. രാവിലെ നല്ല മഴയായിരുന്നെങ്കിലും 9 മണിയോടുകൂടി മഴ അങ്ങ് മാറി. പിന്നെ അങ്ങോട്ട് വെയിൽ തെളിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടും തിരക്കും. അങ്ങനെ മധുരയിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ തിരുമലൈ നായ്ക്കം പാലസ് തിരുമലൈ നായ്ക്കം പാലസ് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. തിരുമലൈ നായ്ക്കം പാലസ് 800 മീറ്റർ കൂടെയാണ് ഇനി ഇവിടെ നിന്നുള്ളത്. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ബ്ലോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൾക്കാരുടെ ഒരു തിരക്ക്. ഇത്രയും വന്നിട്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് തൊട്ടടുത്താണെങ്കിൽ പോലും ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബ്ലോക്ക്. ഇതിലിങ്ങനെ കടന്നു പോന്നിട്ട് നമ്മൾ പാലസിനകത്തോട്ട് കിടക്കും. ഇത്രയും വന്നിട്ട് പിന്നെ അത് കാണാതെ പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നാളെ ഒന്നും പിന്നെ വന്ന് കണ്ടു ഒന്നിരിക്കില്ല. ടിക്കറ്റ് എടുക്കണേ. എത്രയാ ടിക്കറ്റ് എന്ന് അറിയില്ലല്ലോ. ആണെങ്കിൽ 50 രൂപ. ഇതാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ടുള്ള പരിപാടിയാണ്. മടുത്ത് കേട്ടോ, എല്ലാവരും ചീട്ട് കയറി.